ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ മുഖം അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം. പക്ഷെ അപ്പോഴും പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ ഏടായി ഇത് മാറിയിരിക്കുന്നു. അവയവദാന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവായി ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം പ്രായമുള്ള നമ്മളെ വിട്ടുപിരിഞ്ഞ കുഞ്ഞു മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ഇത് മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്വകാര്യ ദുഃഖം എന്നതുപോലെ തന്നെ ഇന്ന് കേരളത്തിനെ മുഴുവൻ നോവണിയിക്കുന്ന ഒന്നായി ആലിൻ്റെ വേർപാട് മാറുന്നുണ്ട്. അതേസമയം തന്നെ അവയവദാനം മഹാദാനം എന്ന ആ മഹത്തരമായ ആശയത്തെ ഉൾക്കൊള്ളാൻ ഈ രക്ഷിതാക്കൾ കാണിച്ച അവരുടെ നല്ല മനസ്സ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഈ പുതിയ കാലത്തിന് ഒരു വലിയ മാതൃകയാണ്, ഒരു വലിയ സന്ദേശം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നൽകുന്നുണ്ട്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം ഒരു തരത്തിലും മാർഗ്ഗതടസ്സമില്ലാതെ ഈ ആംബുലൻസിന് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്താനുള്ള വഴിയൊരുക്കുക എന്നതാണ്. ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ, കോട്ടയം അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്ന ആംബുലൻസ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിവേഗം തന്നെ മറ്റ് മാർഗ്ഗതടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്താൻ കഴിയട്ടെ. സാധാരണ നിലയിൽ 5.5 മണിക്കൂർ എടുക്കുന്ന ഈ യാത്ര 3 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് പരിചയസമ്പന്നനായ ഡ്രൈവർ നടത്തുന്നത്. അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഒരു പോലീസ് വാഹനം സഞ്ചരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കിംസ് ആശുപത്രി ലക്ഷ്യമാക്കി ഇപ്പോൾ ആംബുലൻസ് കുതിക്കുകയാണ്. ലാൽകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലാൽകൃഷ്ണനാണ് നേരത്തെ അമൃത ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമൃത ആശുപത്രിയിലാണ് കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ നടത്തി അവയവങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി കൊടുത്തയച്ചിരിക്കുന്ന അമൃത ആശുപത്രിയിൽ നിന്നാണ്. ലാൽകൃഷ്ണൻ, ഇത് വേറൊരർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ പലരും കമൻറ്റ് ബോക്സുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവരിൽ പലരും രക്ഷിതാക്കളും മാതാപിതാക്കളും ഒക്കെയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാവരും അവരവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഓർത്ത് നടുങ്ങിപ്പോകും. പലരും ആ കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ കാണിക്കരുതേ എന്ന് പറയുന്നു. അത് കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നായി മാറുന്നു എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയണ്ടേ, ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളാണ് 5 പേർക്ക് പുതിയ ജീവിതം, 5 കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഇനി ജീവിക്കാൻ പോവുകയാണ്. 10 മാസം പ്രായമുള്ള ആലിൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു തീരുമാനം പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഈ മാതാപിതാക്കൾ എടുത്തിരിക്കുന്നു. അവരുടെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അവയവദാനം മഹാദാനം എന്ന ആശയത്തെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ലാൽകൃഷ്ണൻ, ഈ അമൃത ആശുപത്രിയിലാണല്ലോ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ അവയവങ്ങൾ ആംബുലൻസിൽ കയറ്റി അയച്ചിരിക്കുന്നത്. അവിടെ എത്ര മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്തായിരുന്നു ആശുപത്രിയിൽ കണ്ട കാഴ്ചകൾ? എങ്ങനെയാണ് ഡോക്ടേഴ്സ് പ്രതികരിച്ചത്? വലിയൊരു ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം ഇപ്പോൾ ആംബുലൻസിൽ സഞ്ചരിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ ഇത് സത്യത്തിൽ ഷെറിൻ്റെ മരുൻ്റെ ഒരു സ്വകാര്യ ദുഃഖമാണ്. അവരുടെ 10 മാസം ഷെറിൻ വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച സ്വന്തം മകൾ 10 മാസം കഴിഞ്ഞപ്പോൾ അവരെ വിട്ടുപിരിയുക എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ ദുഃഖം തന്നെയാണ്. പക്ഷേ ആ ദുഃഖം ഇന്ന് കേരളക്കര മൊത്തം നെഞ്ചിലേക്ക് ഏറ്റിയിരിക്കുകയാണ്. ആർക്കും താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖമായി, ഒരു കണ്ണീരായിട്ട് മാറുന്നുണ്ട് ആലിൻ എന്ന് പറയുന്നത് തന്നെയാണ് ശരി. പക്ഷേ അപ്പോഴും ആലിനെ അവർ ഓർമ്മകളിലേക്ക് നടുന്നതിന് പകരം അവർ ആലിനെ ജീവിക്കാൻ വേണ്ടി സ്വതന്ത്രയാക്കി വിടുക എന്ന തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക തന്നെയാണ് ആലിൻ്റെ ശരീരത്തിലെ ഭാഗങ്ങൾ, അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക്. ആ തീരുമാനത്തിലേക്ക് എത്തിയത് പോലും വലിയ നോവ് സഹിച്ചുകൊണ്ട് തന്നെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു പിതാവിനും ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞ് എന്ന് പറയുന്നത് അവരുടെ പ്രാണനേക്കാൾ വലിയതാണ്. ആ വലിയ പ്രാണൻ അവർ പങ്കിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി അതിലൂടെ അവൾക്ക് പുതുജീവൻ കാണട്ടെ, അവർ പുതിയ ലോകത്തെ അനുഭവിക്കട്ടെ, മടുക്കാത്ത ഒരു ലോകം അവരുടെ മുന്നിൽ തുറന്നു വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവയവങ്ങൾ ദാനം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്ക് ഒരു ഘട്ടത്തിൽ ഒരിക്കലും അവരുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ബന്ധുക്കൾക്കാർക്കും അതിനുള്ള ഒരു മനസ്സ് ഈ സമയത്തുണ്ടാകില്ല എന്ന് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സായിട്ടുള്ള ആളുകളോടാണ്. പക്ഷേ അവരെല്ലാം വൈകാരികമായൊരു മുഹൂർത്തത്തിലാണ് നിന്നത്. കാരണം അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശസ്ത്രക്രിയകൾ ഇതിനു മുമ്പും പല കുറി അമൃത ആശുപത്രിയിലും എറണാകുളത്തെ പല ആശുപത്രികളിലും നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്രയും ചെറുപ്രായത്തിൽ പറക്കമുറ്റുന്നതിന് മുമ്പ് നടക്കാൻ പഠിക്കുന്നതിന് പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞ് അവരുടെ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഈ അവയവം എടുക്കുന്ന ഡോക്ടർമാർക്ക് പോലും ഏറ്റവും വലിയ വൈകാരികമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒന്നായിരുന്നു എന്നുള്ളതാണ് അവർ ആദ്യഘട്ടത്തിൽ നമ്മോട് പറഞ്ഞത്. ക്യാമറയ്ക്ക് മുന്നിലോ പ്രേക്ഷകർക്ക് മുന്നിലോ പറയാൻ അവർ
മാനസികമായി തയ്യാറായിരുന്നില്ല. കാരണം അത്രത്തോളം വേദനയോട് കൂടിയാണ് അവരും ആ പ്രക്രിയയുടെ ഭാഗമായത് എന്നുള്ളത് തന്നെയാണ്. അമൃത ആശുപത്രിയിൽ നിന്ന് ഏകദേശം 7 മണിക്ക് ശേഷം 7:45 കൂടിയാണ് ഈ അവയവങ്ങളുമായിട്ടുള്ള വാഹനം ആംബുലൻസ് യാത്ര പുറപ്പെടുന്നത്. 10 മണിക്ക് ശേഷം ഏകദേശം 11 മണിക്ക് മുൻപായി തന്നെ അവിടെ എത്തണം എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ശരി, ഏതായാലും ലാൽകൃഷ്ണൻ, അങ്ങനെ തന്നെ നമുക്ക് കരുതാം. വലിയ മാർഗതടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം പൊതുജനങ്ങൾക്കറിയാം, നമ്മൾ 24-ന്റെ സ്ക്രീൻ കാണുന്ന ആളുകൾക്കറിയാം, KL07DF 3177 എന്ന ആംബുലൻസിന് വഴിയൊരുക്കണം. സഞ്ചരിക്കുന്ന പാത ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതുവരെ അവർക്ക് ആ വിവരം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ ആംബുലൻസിന് വഴിയൊരുക്കുന്ന ഒരു മാർഗ്ഗതടസ്സവും ഇല്ലാതെ എത്രയും വേഗം ഈ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തട്ടെ. അതോടൊപ്പം തന്നെ ആലൻ ഷിറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞ് നമ്മളോടൊപ്പം ഇല്ല. ആ വേദന നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നതായി മാറുന്നു. അപ്പോഴും ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോടൊരു വാക്ക്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് ആ രക്ഷിതാക്കൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് 5 കുഞ്ഞുങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവരുടെ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം, അതിലും വലിയൊരു സന്തോഷം ഒന്നുമില്ല. അതേസമയം തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിലുള്ള അവരുടെ വേദനയ്ക്കൊപ്പം നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.